അപ്പോൾ നമുക്കിനി അടുത്ത പാർട്ടിലേക്ക് പോവാം. മൂന്നാമത്തെ പാർട്ടാണ് പെർമിസിബിൾ ആൻഡ് പ്രോഹിബിറ്റഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതിൽ ഓരോരോ ക്ലാസിഫിക്കേഷനും CR സെറ്റ് 1A 1B 2 3 4A 4Bയിലുള്ള പെർമിസിബിൾ പ്രോഹിബിറ്റഡ് ആക്ടിവിറ്റീസ് നമുക്ക് കാണാം. പ്രോഹിബിറ്റഡ് ആക്ടിവിറ്റീസിന് ലാസ്റ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പെർമിസിബിൾ ആക്ടിവിറ്റീസ് നമുക്ക് ആദ്യം സംസാരിച്ചിട്ട് മുമ്പോട്ട് പോവാം. CR സെറ്റ് 1A എക്കോ ടൂറിസം ആക്ടിവിറ്റീസ്. കണ്ടൽ ഉണ്ടെങ്കിൽ നേരത്തെ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഓരോ അവസ്ഥയിലായിരുന്നു. പക്ഷേ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം അവിടെ മാംഗ്രൂവ് വാക്ക്, കണ്ടലിൻ്റെ ഇടയ്ക്ക് കൂടി നമുക്ക് കണ്ടലിന് തടസ്സമൊന്നും ഉണ്ടാക്കാതെ മാംഗ്രൂവ് വാക്ക്, ട്രീ ഹെഡ്സ്, നാച്ചുറൽ ട്രയൽസ് എന്നിവ ആക്ടിവിറ്റീസ് CR സെറ്റ് 1A മേഖലയിൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിൽ പറയുന്ന കണ്ടീഷൻ എന്താ? അപ്രൂവ്ഡ് കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് പ്ലാനിൻ്റെ കൂടെ തന്നെ ഒരു ടൂറിസം മാനേജ്മെൻറ്റ് പ്ലാൻ ഒരെണ്ണം ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. അത് കേരളത്തിൽ നമ്മൾ ആൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. ആ പ്ലാന് പ്രകാരം കണ്ടൽ ഉണ്ടെങ്കിലും ആ കണ്ടലിൻ്റെ ഇടയ്ക്ക് കൂടി നമുക്ക് ഫുട്പാത്തോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടലിനെ വെട്ടാതെ, കണ്ടലിൻ്റെ തടസ്സമൊന്നും ഇല്ലാതെ രീതിയിൽ നമുക്ക് ടൂറിസം ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. വേറെ വീട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ പറയുന്ന ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയയ്ക്കകത്ത് പുതിയ നിർമ്മാണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നേരത്തെ വീട് ഉണ്ടായിരുന്നാലും അത് പുനർനിർമ്മാണം പോലും ചെയ്യാൻ പറ്റത്തില്ല. പബ്ലിക് യൂട്ടിലിറ്റി ഇൻസ്റ്റലേഷൻസിന് ഒക്കെ പറയുന്നത് എന്താ? ലേയിങ് ഓഫ് പൈപ്പ് ലൈൻ, പുതിയ പൈപ്പ് ലൈന് കണ്ടലിൻ്റെ ബഫറിൽ ഈ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ട്രാൻസ്മിഷൻ ലൈന്, കൺസ്ട്രക്ടിങ് റോഡ്. ഇപ്പോൾ ഈ റോഡ് അവർ പറയുമ്പോൾ ഒരു കണ്ടീഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കണ്ടൽ നമ്മൾ വെട്ടിയാൽ, അപ്പോൾ വേറെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ ഈ ക്ലിയറൻസ് കിട്ടുള്ളൂ. ഈ ക്ലിയറൻസ് നമ്മൾ എടുക്കേണ്ടത് മിനിസ്ട്രിയിൽ നിന്നാണ്. അപ്പോൾ ഈ ക്ലിയറൻസ് അവർ പറയുമ്പോൾ മാംഗ്രൂവ് അഫോറസ്റ്റേഷൻ, അതായത് കോമ്പൻസേറ്ററി മാംഗ്രൂവ് പ്ലാന്റേഷൻ, അതിനൊരു പ്ലാന് തയ്യാറാക്കണം. ആ പ്ലാന് മിനിമം 3 times നമ്മൾ ഈ വെട്ടുന്ന അഫക്റ്റഡ് ഏരിയ, കണ്ടൽ മരമല്ല ഏരിയ. അപ്പോൾ ഒരു കണ്ടൽ എന്ന് പറഞ്ഞാൽ കുറേ ഏരിയയിലായിരിക്കും. ഉദാഹരണത്തിന് 5 square meter ആണ് നമ്മൾ കണ്ടലിൻ്റെ ഏരിയ സ്പ്രെഡ് ആയെങ്കിൽ മിനിമം 15 square meter ഏരിയ നമ്മൾ കണ്ടൽ വെച്ച് പിടിപ്പിക്കണമെന്നുള്ളതാണ് ആ മാംഗ്രൂവ് അഫോറസ്റ്റേഷൻ പ്ലാൻ. അതാണ് എക്സെപ്ഷണൽ കേസിൽ മാത്രമേ ഈ റോഡ് കൺസ്ട്രക്ഷന് CR സെറ്റ് 1A മേഖലയിൽ പെർമിഷൻ മിനിസ്ട്രി നൽകുള്ളൂ. ഇനി 1B കാറ്റഗറിക്കകത്ത് പോകാം. 1B ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. 1Bയിൽ പെർമിസിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, എല്ലാ ആക്ടിവിറ്റീസും CR സെറ്റ് 2യിലും പെർമിസിബിൾ ആണ്, CR സെറ്റ് 3യിലും പെർമിസിബിൾ ആണ്. അപ്പോൾ 1B ലാൻഡ് റിക്ലമിനേഷൻ ആൻഡ് ബണ്ടിങ്. അപ്പോൾ ഇത് സബ്ജക്ട് ടു കണ്ടീഷൻസ്. അപ്പോൾ ഏതൊക്കെ ആക്ടിവിറ്റീസ് ലാൻഡ് റിക്ലമിനേഷൻ, ബണ്ടിങ് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ചാൽ, പോർട്ട്, ഹാർബർ, ജെട്ടീസ്, സ്ലിപ്പ് വേ, ബ്രിഡ്ജസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ലാൻഡ് റിക്ലമിനേഷൻ ചെയ്തിട്ടും നമുക്ക് ഈ പറയുന്ന ആക്ടിവിറ്റീസ് നടത്താം. 1Bയിൽ ചെയ്യാൻ പറ്റും. ഡിഫൻസ് പർപ്പസിന് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ കണ്ടലിൽ പറഞ്ഞ അതേപോലെ റോഡ് കൺസ്ട്രക്ഷനും ഇവിടെ നടത്താൻ സാധിക്കും. മാസ് ട്രാൻസിറ്റ് സിസ്റ്റം, മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്ന് പറയുക. അപ്പോൾ MRTS എന്ന് പറയുന്നത് എന്താ? ബൾക്കായിട്ട് ആൾക്കാരെ കൊണ്ടുപോകണം. ഇപ്പോൾ ഒരു മെട്രോ പോലത്തെ ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ, അപ്പോൾ ആ പ്രോജക്റ്റ് 1Bയിൽ പാസ് ചെയ്തു പോവുകയാണെങ്കിൽ അവിടെ റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ, ഒന്ന് പില്ലർ കൺസ്ട്രക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളും കൂടാതെ ഇലക്ട്രിക് ലൈനോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ അത് എല്ലാം ഈ 1B കാറ്റഗറിക്കകത്ത് പെർമിസിബിൾ ആണ്. ഇത് കൂടാതെ എറോഷൻ കൺട്രോൾ, മെയിൻ്റനൻസ് ഓഫ് വാട്ടർവേ, ചാനൽസ്, പോർട്ട്, ഹോവർ പോർട്ട്സ്, സാൻഡ് ബാർ പ്രിവെൻഷൻ എന്നിവ ആക്ടിവിറ്റീസ് റിക്ലമിനേഷൻ അല്ലെങ്കിൽ ബണ്ടിങ് ആയിട്ട് നമുക്ക് പെർമിസിബിൾ ആണ് CR സെറ്റ് 1B കാറ്റഗറിയിൽ. ഇനി അടുത്ത സബ് ഹെഡ് എന്താ? വാട്ടർ ഫ്രണ്ട് ഫെസിലിറ്റീസ്. എറോഷൻ കൺട്രോൾ മെഷേഴ്സ്, ബ്രേക്ക് വാട്ടറോ പൈപ്പ് ലൈനോ, ലൈറ്റ് ഹൗസ്, കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ, കോസ്റ്റൽ ഗാർഡ് സ്റ്റേഷൻ, ഇതെല്ലാം നമുക്ക് 1B മേഖലയിൽ പെർമിസിബിൾ ആക്ടിവിറ്റീസ് ആണ്. നോൺ കൺവെൻഷണൽ സോഴ്സസ്, അപ്പോൾ സോളാറും ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം 1B കാറ്റഗറിക്കകത്ത് പെർമിസിബിൾ ആണ്. നല്ല ബീച്ച് ഉണ്ടെങ്കിൽ അവിടെ സ്റ്റോറേജ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, എഡിബിൾ ഓയിൽ, LNG, ഫെർട്ടിലൈസേഴ്സ്, നോൺ ഹസാഡസ് കാർഗോ, ഇതെല്ലാം അവിടെ സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി 1Bക്കകത്ത് പെർമിസിബിൾ ആണ്. ഫിഷറീസ് സംബന്ധിച്ചാലും ഹാച്ചറീസും നാച്ചുറൽ ഫിഷ് ഡ്രൈയിങ് പെർമിസിബിൾ ആണ്. പിന്നെ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ്, അത് സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടെങ്കിൽ ഏതാണ് നമ്മൾ പൊല്യൂഷൻ കൺട്രോളിലൂടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എടുക്കുകയായിരിക്കും. അപ്പോൾ അതനുസരിച്ച് 1B മേഖലയിൽ ഇത് പെർമിസിബിൾ ആണ്. ഡിഫൻസ് പർപ്പസ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, അതും പെർമിസിബിൾ ആണ്. മാനുവൽ മൈനിങ് ഓഫ് അറ്റോമിക് മിനറൽസ്, അപ്പോൾ ഈ കൊല്ലം ജില്ലയിൽ
എടുക്കുന്ന മണ്ണ് എങ്ങനെയാണ് സാൻഡ് ബൈപ്പാസിങ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ള ഒരു മൈനിങ് പ്ലാൻ. ഈ മൈനിങ് പ്ലാൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്രൂവൽ നൽകുന്നത് ആരായിരിക്കും? മിനിസ്ട്രി ആയിരിക്കും, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിരിക്കും. അപ്പോൾ ആ മൈനിങ് പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഏരിയയിൽ എക്സ്ട്രാക്ഷൻ ഓഫ് അറ്റോമിക് മിനറൽസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് കൂടാതെ പൈപ്പ് ലൈന്, ഡീസാലിനേഷൻ പ്ലാന്റ് ഇവിടെ ഇല്ല, പക്ഷേ ഈസ്റ്റ് കോസ്റ്റിൽ അവർ ചെയ്യുന്നുണ്ട്. ചെന്നൈയിൽ ഡീസാലിനേഷൻ പ്ലാന്റ് ഉപ്പുവെള്ളം ഒരു കുടിവെള്ളം പദ്ധതിയായിട്ട് അവർ നടപ്പിലാക്കുന്നുണ്ട്. വെതർ റേഡാർ സ്റ്റേഷൻസ്, സോൾട്ട് ഹാർവെസ്റ്റിംഗ്, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ CRZ 1B മേഖലയിൽ പെർമിസിബിൾ ആണ്. നമ്മൾ CRZ 2 വന്നു. CRZ 2 നേരത്തെ പറഞ്ഞ മാതിരി മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ കൂടാതെ 66 പുതിയ ഗ്രാമപഞ്ചായത്തുകൾ CRZ 2 മേഖലയിലാണ്. അപ്പം അതിൽ 1B ആക്ടിവിറ്റീസ് പെർമിസിബിൾ എന്ന് പറഞ്ഞതെല്ലാം ഇതിനകത്തും പെർമിസിബിൾ ആണ്. ഇത് കൂടാതെ അപ്പം നേരത്തെ നമ്മൾ ഇതുവരെ കൺസ്ട്രക്ഷനെ കുറിച്ചുള്ള അതായത് വീടോ ബിൽഡിങ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്നും നമ്മൾ 1A 1B നമുക്ക് സംസാരിച്ചില്ലായിരുന്നു. അപ്പം അത് നോട്ട് പെർമിസിബിൾ. CRZ 2 3 ആണ് ഈ പറയുന്ന ആക്ടിവിറ്റീസ്, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് പെർമിസിബിൾ ആകുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് പറയുന്നത് എന്താ? കൺസ്ട്രക്ഷൻ ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിങ്സ്, സ്കൂള്, ഹോസ്പിറ്റൽ എന്നിവ ബിൽഡിങ്സ് പെർമിസിബിൾ ആണ്. പക്ഷെ അതിൽ നീല വരയിട്ട് കാണിച്ചിരിക്കുന്നത് ഓൺലി ഓൺ ദി ലാൻഡ്വേർഡ് സൈഡ് ഓഫ് എക്സിസ്റ്റിംഗ് റോഡ്സ് ആർ ആത്തറൈസ്ഡ് ഫിക്സഡ് സ്ട്രക്ചേഴ്സ്. ഇപ്പോൾ റോഡോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് റോഡ്, ഇത് HTL ആണ്, കടലിൽ നിന്ന് ഇത് HTL, ഇവിടെയാണ് എൻ്റെ പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് HTL എന്ന് എൻ്റെ പ്രോപ്പർട്ടിയുടെ ഇടയ്ക്ക് ആത്തറൈസ്ഡ് റോഡ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഇപ്പോൾ റോഡ് ഉണ്ടെങ്കിൽ ഈ റോഡ് ആരാണ് സർട്ടിഫൈ ചെയ്യേണ്ടത്? ലോക്കൽ ബോഡിയാണ് ഈ റോഡിൻ്റെ ആത്തറൈസേഷന് ചെയ്യേണ്ടത്. അപ്പോൾ ഈ റോഡ് സംബന്ധിച്ചാലും നിർമ്മിച്ച വർഷം ഏതായിരിക്കണം? 96 നമുക്ക് ഫസ്റ്റ് CZMP അപ്രൂവലായി കിട്ടിയത്. അപ്പോൾ ആ സമയത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പോ നിർമ്മിച്ചിട്ടുള്ള റോഡ് ഉണ്ടെങ്കിൽ ആ റോഡ് ആത്തറൈസ്ഡ് റോഡായിട്ട് എടുക്കാം. 2011 നോട്ടിഫിക്കേഷൻ വരും മുമ്പ് ഏതെങ്കിലും റോഡ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ ക്ലിയറൻസ് എടുത്തിട്ടുണ്ടായിരിക്കും. ആ റോഡും നമുക്ക് ക്ലിയറൻസ് എടുത്തിട്ടുള്ള റോഡായെങ്കിൽ അത് ആത്തറൈസ്ഡ് റോഡായിട്ട് എടുക്കാം. അപ്പോൾ വേറെ എന്തെങ്കിലും ഇവിടെ കണ്ടീഷൻ ഉണ്ടോ? ഇപ്പോഴാണ് നമ്മൾ ഏത് റൂൾസ് നോക്കണം? കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ് അല്ലെങ്കിൽ കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസ് നോക്കണം. എന്താണെന്ന് വെച്ചാൽ FSI അല്ലെങ്കിൽ FAR. അപ്പോൾ ഈ FSI FARനെ കുറിച്ചുള്ള കണ്ടീഷൻ പറയുന്നത് എന്തായിരുന്നു? 18/1/2019 ഈ പുതിയ നോട്ടിഫിക്കേഷൻ, 2019 നോട്ടിഫിക്കേഷന് പുറപ്പെടുവിച്ചുവിട്ട തീയതി. അപ്പം ഈ തീയതിക്ക് മുമ്പായിട്ട് അല്ലെങ്കിൽ ആ തീയതിയിൽ ഉണ്ടായിരുന്ന FSI FAR എത്രയാണോ അത്രയുമാണ് അപ്ലിക്കബിൾ ആകുന്നത്. പക്ഷെ നമുക്ക് 2019 സെപ്റ്റംബറിൽ പുതിയ ബിൽഡിംഗ് റൂൾസ് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ അതാണ് അമെൻമെന്റ്സ് ടു FSI ആൻഡ് FAR. അങ്ങനെ നോട്ടിഫിക്കേഷനിൽ FAR FSI കൂട്ടിയിട്ടുണ്ടെങ്കിൽ 2019 സെപ്റ്റംബർ കാലഘട്ടത്തെ ഇറക്കിയ ബിൽഡിംഗ് റൂൾസിനകത്ത് FSI FAR കൂടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മിനിസ്ട്രിയിലേക്ക് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ഇഷ്യൂ ദി അമെൻമെന്റ് ടു FSI ആൻഡ് FAR. അത് നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും. റീകൺസ്ട്രക്ഷൻ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കൺസ്ട്രക്ഷൻ പോലെ തന്നെ റീകൺസ്ട്രക്ഷൻ. അപ്പോൾ റീകൺസ്ട്രക്ഷൻ ആൾറെഡി ഉള്ള ബിൽഡിങ് എനിക്ക് പൊളിച്ചിട്ട് പുതിയ ബിൽഡിംഗ് പണിയാം. അപ്പോൾ ആ ബിൽഡിംഗ് 96 മുമ്പ് പണിഞ്ഞ ബിൽഡിംഗ് ആയെങ്കിൽ റീകൺസ്ട്രക്ഷൻ. പക്ഷേ ഇവിടെ പറയുന്ന കണ്ടീഷൻ എന്താ? ആ ലാൻഡ് യൂസ് മാറാൻ പാടില്ല. അപ്പോൾ ലാൻഡ് യൂസ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് റീകൺസ്ട്രക്ഷന് പെർമിസിബിൾ ആണ്. ടൂറിസം ഡെവലപ്മെൻറ്റിൽ ഈ 2019 നോട്ടിഫിക്കേഷൻ ഒരുപാട് റിലാക്സേഷന് അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ടൂറിസം സംബന്ധിച്ചാലും അനക്സർ 3 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനകത്ത് അനക്സർ 3 കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബീച്ച്, റിസോർട്ട്, ഹോട്ടൽ, ടൂറിസം പ്രോജക്ട്സ് ഇതെല്ലാം ഈ പറയുന്ന അനക്സർ 3 വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആത്തറൈസ്ഡ് റോഡോ അല്ലെങ്കിൽ ആത്തറൈസ്ഡ് ബിൽഡിങ്ങോ ഇല്ല, പക്ഷേ എനിക്ക് അവിടെ ടൂറിസം ഫെസിലിറ്റി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ അവിടെ 10 മീറ്റർ HTയിൽ നിന്ന് 10 മീറ്റർ മാറിയിട്ട് കരഭാഗത്തേക്ക് 10 മീറ്റർ മാറിയാൽ ഈ പറയുന്ന ടെമ്പററി ടൂറിസം ഫെസിലിറ്റീസ്, ടോക്സ്, ടോയ്ലറ്റ്സ്, ചേഞ്ചിങ് റൂംസ്, സീറ്റിംഗ് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നുള്ളതാണ് പുതിയ ഒരു ഫ്യൂച്ചർ ഇൻ 2019 നോട്ടിഫിക്കേഷൻ. അപ്പോൾ ആത്തറൈസ്ഡ് ബിൽഡിംഗ് അല്ലെങ്കിൽ ആത്തറൈസ്ഡ് റോഡ് ഇല്ലാന്നുണ്ടെങ്കിലും ഈ CRZ 2 മേഖലയ്ക്കകത്ത് ടെമ്പററി ടൂറിസം ഫെസിലിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും.
ഇത് നേരത്തെ നമ്മൾ കണ്ട ചിത്രമാണ്. അപ്പോൾ ആത്രൈസ്ഡ് റോഡ്, ഇൻ കേസ് ആത്രൈസ്ഡ് റോഡ് ഇല്ല, അപ്പോൾ ആത്രൈസ്ഡ് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ഇതാണ് എൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ ഈ രണ്ട് ബിൽഡിങ് കണക്ട് ചെയ്ത് പറയുന്ന ഒരു ലൈനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ പാരലായിട്ട് തന്നെ ഒരു ലൈന് വരച്ചായിരുന്നു. ഇത് ആർട്ടിഫിഷ്യൽ ബിൽഡിംഗ് ലൈൻ. അപ്പം ഈ ബിൽഡിംഗ് ലൈനിൻ്റെ ലാൻഡ്വേർഡ് സൈഡിൽ FSI FAR നോക്കിയിട്ട് പുതിയ ബിൽഡിങ് നമുക്ക് പുതിയ ബിൽഡിങ്ങോ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷനോ ചെയ്യാൻ സാധിക്കും. ഇത് സെയിം ടൈഡൽ ഇൻഫ്ലുവൻസ് വാട്ടർ ബോഡിയെ സംബന്ധിച്ചാണ്. ഇനി നോ ഡെവലപ്മെന്റ് സോണിൽ പെർമിസിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? CRZ 2 നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. CRZ 3 നമ്മൾ തുടങ്ങും മുമ്പ് നോ ഡെവലപ്മെന്റ് സോൺ എവിടെ ഉണ്ടായിരിക്കും? അപ്പോൾ കടൽ 3A 50 മീറ്റർ നോ ഡെവലപ്മെന്റ് സോൺ ആയിരിക്കും. 3B HT നിന്ന് 200 മീറ്റേഴ്സ് ഉണ്ടായിരിക്കും. നദിയോ തോടോ ഉണ്ടെങ്കിൽ എയ്തർ വിഡ്ത്ത് ഓഫ് ദി വാട്ടർ ബോഡി ആർ മാക്സിമം 50 മീറ്റർ 50 മീറ്റർ നോ ഡെവലപ്മെന്റ് സോൺ ആയിരിക്കും. ദ്വീപുകളെ സംബന്ധിച്ചാലും ഇപ്പം അത് 50 മീറ്റർ ആയിരിക്കും. അപ്പോൾ ഇത്രയും ഏരിയയിലാണ് ഈ പറയുന്ന നോ ഡെവലപ്മെന്റ് സോണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നോ ഡെവലപ്മെന്റ് സോണിൽ നിർമ്മാണം, എനിക്ക് നേരത്തെ ഒരു വീട് ഉണ്ടായിരുന്നു, ആ വീട് എനിക്ക് പുതുക്കി പണിയാൻ പറ്റുമോ? റിപ്പയർ ആർ റീകൺസ്ട്രക്ഷൻ ഓഫ് ആത്തറൈസ്ഡ് സ്ട്രക്ചർ. യെസ്. ഇപ്പോൾ നേരത്തെ ഒരു 50 സ്ക്വയർ മീറ്റർ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അത് എനിക്ക് പുതുക്കി പണിയാം. കണ്ടീഷൻ എന്താ? എക്സിസ്റ്റിംഗ് പ്ലിന്ത് ഏരിയ FSI or FAR ആൻഡ് ഡെൻസിറ്റി. ഇത് പഴയ പ്ലിന്ത് ഏരിയ ലിമിറ്റ് ചെയ്തിട്ട് റീകൺസ്ട്രക്ഷൻ ആർ റിപ്പയർ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് കൂടാതെ ഉള്ളത് പുതിയ നിർമ്മാണം ഈ പറയുന്ന നോ ഡെവലപ്മെന്റ് സോണിനകത്ത് സാധിക്കുമോ ഇല്ലയോ ഉള്ളതാണ് നമുക്കുള്ള ചോദ്യം. കൺസ്ട്രക്ഷൻ ഓഫ് ഡൊള്ളിംഗ് യൂണിറ്റ്സ്. ഇപ്പോൾ ഡൊള്ളിംഗ് യൂണിറ്റ്സിന്റെ ഡെഫിനേഷൻ ബിൽഡിംഗ് റൂൾസിൽ KMBRലും KPBRലും പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള വീടുകൾ, റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഡൊള്ളിംഗ് യൂണിറ്റ്സ് ഓഫ് ട്രഡീഷണൽ കോസ്റ്റൽ കമ്മ്യൂണിറ്റി. അപ്പം ആ വ്യക്തി, ആ ഉടമസ്ഥന് കോസ്റ്റൽ കമ്മ്യൂണിറ്റിയിൽ എസ്പെഷ്യലി ഫിഷർ ഫോക്ക് ആയിരിക്കണം. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വീട് പണിയാനുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അടുത്തത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് എന്താ? ആ പഞ്ചായത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രൊവിഷൻസ് വിത്ത് സാനിറ്ററി അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒരു പഞ്ചായത്ത് ലെവലിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാന് പല പഞ്ചായത്തിലും ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അവർക്ക് പുതിയ നിർമ്മാണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് 2019 അഡീഷണൽ ആയിട്ട് ഈ ട്രഡീഷണൽ കോസ്റ്റൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പുറപ്പെടുവിച്ച ഒരു പ്രൊവിഷൻ. ഇനി ഇത് കൂടാതെ അതർ ആക്ടിവിറ്റീസ്. അപ്പോൾ വീഡിയോ സംബന്ധിച്ചാലും റിപ്പയർ ആർ റീകൺസ്ട്രക്ഷൻ ബൈ ലിമിറ്റിംഗ് ദി എക്സിസ്റ്റിംഗ് പ്ലിന്ത് ഏരിയ ദറ്റ് ഈസ് പെർമിസിബിൾ. പുതിയ വീട് പണിയണമെങ്കിൽ അതിൻ്റെ ഓണർ, ഉടമസ്ഥന് കോസ്റ്റൽ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളായിരിക്കണം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാന് ഉണ്ടായിരിക്കണം. പക്ഷേ ഇതിനകത്ത് ഇപ്പം അപ്പോൾ പ്ലിന്ത് ഏരിയ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ? അപ്പോൾ അത് കേസ് ബൈ കേസ്. അപ്പോൾ കേസ് ബൈ കേസ് അതോറിറ്റി തീരുമാനിക്കും എത്രയും സ്ക്വയർ മീറ്റർ അവിടെ ബിൽഡിംഗ് പണിയാൻ പറ്റും, അല്ലെങ്കിൽ എത്രയും ഹൈറ്റിലാണ് ഈ ബിൽഡിംഗ് അവിടെ പെർമിഷൻ നൽകാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ KCZMA, കേരള കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റി ആയിരിക്കും തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളിൽ പറയുന്ന കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇത് കൂടാതെ വേറെ ഒരു മാപ്പിന് പറയുന്നത് ഷോർ ലൈൻ ചേഞ്ച് അല്ലെങ്കിൽ ഷോർ ലൈൻ മാനേജ്മെൻറ്റ് പ്ലാൻ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഷോർ ലൈൻ മാനേജ്മെൻറ്റ് പ്ലാനിനകത്ത് ഉണ്ടാക്കേണ്ടത് എന്തായിരിക്കും? എൻ്റെ കോസ്റ്റൽ ഏരിയയിൽ എറോഷൻ കൂടുതലുണ്ടോ? അപ്പോൾ അങ്ങനെ ആ എറോഷൻ ഉണ്ടെങ്കിൽ അത് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഹൈ എറോഡിങ് സ്ട്രെച്ച്, മീഡിയം എറോഡിങ് സ്ട്രെച്ച്, ലോ എറോഡിങ് സ്ട്രെച്ച്, ഹൈ അക്രീഷൻ, അപ്പോൾ മണ്ണ് കൂടാൻ സാധ്യതയുള്ള സ്ഥലം, അതേപോലെ മീഡിയം, ലോ, സ്റ്റേബിൾ കോസ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എറോഡിങ് സ്ട്രെച്ചിൽ ചിലപ്പം ഈ പറയുന്ന പുതിയ നിർമ്മാണം സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേസ് ബൈ കേസ് അതോറിറ്റി വിൽ ഡിസൈഡ്. അപ്പോൾ ഒരു പുതിയ നിർമ്മാണം നോ ഡെവലപ്മെൻറ്റ് സോണിനകത്ത് പെർമിഷൻ കിട്ടണമെങ്കിൽ ഈ പറയുന്ന വെരിഫിക്കേഷൻ കൂടി നടത്തിയതിനു ശേഷം CRZ ക്ലിയറൻസ് കിട്ടുമായിരിക്കും. അതർ ആക്ടിവിറ്റീസ്, അഗ്രികൾച്ചർ, ആർട്ടിക്കൾച്ചർ. ഇപ്പോൾ ഇതിൽ 2011-ലും 2019-ലും വേറെ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഇത് നേരത്തെ ഉണ്ടായിരുന്നത് തന്നെയാണ്. സ്കൂള്, ഡിസ്പെൻസറി, ടോയ്ലറ്റ്, റോഡുകൾ, ബ്രിഡ്ജസ്, സിമെട്രിക്സ്, ഇലക്ട്രിക് സബ്സ്റ്റേഷൻ എന്നിവ ആക്ടിവിറ്റീസ് നമുക്ക് CRZ നോ ഡെവലപ്മെൻറ്റ് സോണിനകത്ത് ചെയ്യാൻ സാധിക്കും. ടൂറിസം ഫെസിലിറ്റീസ് ഇവിടെ പറയുന്നത് എന്താ? നോ ഡെവലപ്മെൻറ്റ് സോണിനുള്ളിൽ ഒരു ഹൈവേ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ ഹൈവേയുടെ ലാൻഡ്വേർഡ് സൈഡിൽ നമുക്ക് ഹോട്ടൽ അല്ലെങ്കിൽ റിസോർട്ട്സ്
ഇപ്പോൾ CRZ 2 പറഞ്ഞത് ആത്തറൈസ്ഡ് ബിൽഡിംഗ് അല്ലെങ്കിൽ ആത്തറൈസ്ഡ് റോഡ്. അതേപോലെ ഇവിടെയും പറയുന്നത് എന്താ? ലാൻഡ്വേർഡ് സൈഡ് ഓഫ് സ്റ്റേറ്റ് ഹൈവേസ് സബ്ജക്ട് ടു ആൻ അപ്രൂവ്ഡ് ടൂറിസം പ്ലാൻ. അപ്പോൾ അപ്രൂവ്ഡ് ടൂറിസം പ്ലാൻ അതിനകത്ത് ഈ റോഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസോർട്ടോ അല്ലെങ്കിൽ ഹോട്ടൽസോ ചെയ്യാൻ സാധിക്കും. ടെമ്പററി ടൂറിസം ഫെസിലിറ്റീസ്. അപ്പോൾ ടെമ്പററി ടൂറിസം ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ CRZ 2 പറഞ്ഞത് തന്നെയാണ്. വാഷ്റൂം, ചേഞ്ച് റൂം, വാക്ക് വേസ്, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് റോഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ടെമ്പററി ടൂറിസം ഫെസിലിറ്റീസ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നോ ഡെവലപ്മെൻറ്റ് സോണിൽ പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. മൈനിങ് ആക്ടിവിറ്റി. മൈനിങ് പ്ലാൻ, അപ്രൂവ്ഡ് മൈനിങ് പ്ലാൻ ഉണ്ടെങ്കിൽ മൈനിങ്ങും നോ ഡെവലപ്മെൻറ്റ് സോണിനകത്ത് പെർമിസിബിൾ ആണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇത് 20 മീറ്റർ IAMP അപ്രൂവ്ഡ് ആയതിനു ശേഷം നമുക്ക് കിട്ടുന്നതായിരിക്കും. CRZ 3A. ഇപ്പോൾ 3A നോ ഡെവലപ്മെൻറ്റ് സോണിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു. ഈ ബിറ്റ്വീൻ 50 to 500 മീറ്റർ. ഇപ്പോൾ ബിറ്റ്വീൻ 50 to 500 മീറ്റർ നേരത്തെ ഉണ്ടായിരുന്ന ഡ്വെല്ലിംഗ് യൂണിറ്റ്സിൻ്റെ സെയിം കണ്ടീഷൻ തന്നെയാണ്. ഹൈറ്റ് 9 മീറ്റർ, 9 മീറ്റർ കൂടാൻ പാടില്ല. നമ്പർ ഓഫ് ഫ്ലോർസ് റെസ്ട്രിക്റ്റഡ് ടു ഗ്രൗണ്ട് പ്ലസ് 1 ഫ്ലോർ. അപ്പോൾ ഗ്രൗണ്ട് പ്ലസ് ഫസ്റ്റ് ഫ്ലോർ ബിൽഡിങ് 9 മീറ്റർ ഹൈറ്റ് കൂടാതെ പുതിയ നിർമ്മാണം അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ, റിപ്പയർ, വാട്ട് എവർ ഇറ്റ് മേ ബി, ഇതിനകത്ത് FAR അല്ലെങ്കിൽ FSIയുടെ കണ്ടീഷൻസ് ഒന്നും പറയുന്നില്ല. അപ്പോൾ യു ക്യാൻ ഡു കൺസ്ട്രക്ഷൻ ബട്ട് ഹൈറ്റ് റെസ്ട്രിക്ഷന് G+1 ആയിരിക്കണം. ബിൽഡിംഗ് റൂൾസിനകത്ത് പറയുന്ന FAR FSI എത്രയോ അത് പ്രകാരം നമുക്ക് പണിയാൻ സാധിക്കും. ഇത് ബിറ്റ്വീൻ 200 to 500 മീറ്റർ സെയിം G+1 9 മീറ്റർ ഹൈറ്റുള്ള ബിൽഡിങ്സ്. അപ്പോൾ അതാണ് 3A 3Bക്കകത്ത് ചെയ്യാൻ സാധിക്കുള്ള ആക്ടിവിറ്റീസ്. കൺസ്ട്രക്ഷൻ, റീകൺസ്ട്രക്ഷൻ ഓഫ് ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് 9 മീറ്റർ ഹൈറ്റും ഗ്രൗണ്ട് പ്ലസ് 1 ഫ്ലോറും പെർമിസിബിൾ ആണ്. ബീച്ച് റിസോർട്ട്സ്, ഹോട്ടൽസ്, ഇത് നമ്മൾ നേരത്തെ സംസാരിക്കേണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പുതിയതായിട്ട് ആഡ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വീട് അവിടെ സ്ഥിര താമസക്കാരനാണ്. ഹോം സ്റ്റേ ആയിട്ട് ടൂറിസം പർപ്പസായിട്ട് എനിക്ക് ഓക്കുപ്പൻസി ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷൻ അത് യെസ് പറയുന്നുണ്ട്. ഒരു പോർഷൻ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ എൻറ്റയർ ബിൽഡിങ് നമുക്ക് ഹോം സ്റ്റേ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി അടുത്തത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് സംബന്ധിച്ചും റെയിൻ ഷെൽട്ടർ, ടോയ്ലറ്റ്, വാട്ടർ സപ്ലൈ, റോഡ് എന്നിവ കാര്യങ്ങൾ 3A 3Bയിലും പെർമിസിബിൾ ആണ്. മൈനിങ് ആക്ടിവിറ്റി അതേപോലെ പെർമിസിബിൾ ആണ്. വാട്ടർ റിസോഴ്സസ്. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നത് വെച്ചാൽ ഇത് 2011 നോട്ടിഫിക്കേഷനും ഉണ്ടായിരുന്നു, 91 നോട്ടിഫിക്കേഷനും ഉണ്ടായിരുന്നു. എക്സ്ട്രാക്ഷൻ ഓഫ് വാട്ടർ. അപ്പോൾ നമ്മൾ ഒരു ബോർവെൽ അല്ലെങ്കിൽ ഒരു കുഴൽ കിണറോ ഇട്ട് നമുക്ക് മോട്ടർ വെച്ച് പമ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചെങ്കിൽ ഇല്ല. ബിറ്റ്വീൻ 200 to 500 മീറ്റർ വേറെ സോഴ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആ വെള്ളം നമുക്ക് മാനുവലി എടുക്കാൻ സാധിക്കും. അപ്പോൾ മെക്കാനിക്കൽ മീൻസ് പ്രോഹിബിറ്റഡ് എന്നുള്ളതാണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ്റെ ഒന്നാമത്തെ കണ്ടീഷൻ. അപ്പോൾ ഇത് കുടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവിടെ ഉള്ള അഗ്രികൾച്ചർ പർപ്പസിനോ ഹോർട്ടിക്കൾച്ചർ പർപ്പസിനോ ഫിഷറീസിന് വേണ്ടിയിട്ടോ ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ ഒരു ലെറ്റർ വാങ്ങിച്ചെങ്കിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഗ്രൗണ്ട് വാട്ടർ ബോർഡുടെ ഒരു കൺസേണും കൂടി എടുക്കണം. എക്സ്ട്രാക്ഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഈ പറയുന്ന ഏരിയയിൽ ബിറ്റ്വീൻ 200 to 500 മീറ്ററിനുള്ളിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കണമെങ്കിൽ ഒരു NOC ഫ്രം ഗ്രൗണ്ട് വാട്ടർ ബോർഡ് ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ സാധിക്കുള്ളൂ. ദെൻ എയർപോർട്ട് നമുക്ക് വയ്ക്കാം. ഇനി 4A and 4B. ഇപ്പോൾ 4A എന്നൊക്കെ പറയുന്നത് എത്രയാണ്? 12 നാട്ടിക്കൽ മൈൽ, കടലിൻ്റെ ഉള്ളിലേക്കുള്ള 12 നാട്ടിക്കൽ മൈൽ. 4B വാട്ടർ ഏരിയ, ടൈഡൽ ഇൻഫ്ലുവൻസ് വാട്ടർ, വനജീവിതത്തോടെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഈ വെള്ളം നിൽക്കുന്ന ഏരിയയാണ് 4B. അവിടെ പെർമിസിബിൾ ആക്ടിവിറ്റീസ്. അപ്പോൾ ഫസ്റ്റ് ട്രഡീഷണൽ ഫിഷിംഗ് ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ അവർക്ക് മീൻ പിടിക്കാൻ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എല്ലാം അവിടെ ചെയ്യാൻ സാധിക്കും. ലാൻഡ് റിക്ലിനേഷൻ ആൻഡ് ബണ്ടിങ് നമ്മൾ 1B പറഞ്ഞതുപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസും ഇതിനകത്തും പെർമിസിബിൾ ആണ്. അപ്പോൾ ഇവിടെ വെള്ളത്തള്ളിൽ നമ്മൾ ഈ പ്രൊട്ടക്ഷൻ മെഷർ ചെയ്യാൻ പോകുന്നുള്ളൂ, ഒരു സീ വോൾ കൺസ്ട്രക്ഷനോ ബാക്കിയുള്ളതോ. അപ്പോൾ അതെല്ലാം പെർമിസിബിൾ ആണ്. ഫോർ ഷോർ ആൻഡ് ഡിപ്പെൻഡൻറ്റ് ഫെസിലിറ്റീസ്. അപ്പോൾ ഇതിനകത്ത് ട്രാൻസ്ഫർ ഓഫ്, അപ്പോൾ ഷിപ്പിൽ നിന്ന് പറഞ്ഞ സാധനങ്ങൾ എനിക്ക് വേറെ ബോട്ട് കൂടി കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഇവിടെ പെർമിസിബിൾ ആണ്. ഡിഫൻസ് പർപ്പസിന് ഇപ്പോൾ കൂടംകുളം എന്നൊക്കെ നമ്മൾ പറയും, തൂത്തുക്കുടി തമിഴ്നാട്ടിൽ. അപ്പോൾ അവിടെ ഇവർ ഈ സ്റ്റോർ ചെയ്യുന്നത് കടലിൻ്റെ അടിക്കാണ്. അപ്പോൾ ആ ഏരിയയിൽ ഇതുപോലത്തെ ആക്ടിവിറ്റീസ് പെർമിസിബിൾ ആണ്. അപ്പോൾ 12 നാട്ടിക്കൽ മൈൽ വരെ CRZ പരിധിക്കുള്ളിലായതുകൊണ്ട് ഇത് കോൺഫിഡൻഷ്യലാണ്. എവിടെയാണ് ഇവർ സ്റ്റോറേജ് ചെയ്യുന്നുള്ള കാര്യം അതോറിറ്റിക്ക് മാത്രമേ അവർ ഇൻഫോം ചെയ്യുള്ളൂ. പക്ഷെ അത് പെർമിസിബിൾ ആണ്. റിസോഴ്സ് എക്സ്പ്ലോറേഷൻ ആൻഡ് എക്സ്ട്രാക്ഷൻ. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് നമുക്ക് എടുക്കാം. അറ്റോമിക് മിനറൽസ് നമുക്ക് ഇവിടെ വെസ്റ്റ് കോസ്റ്റിൽ നമുക്ക് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഇല്ല, അറ്റോമിക് മിനറൽസ് മാത്രമേ കൂടുതലുള്ളൂ. അത് മൈനിങ് പ്ലാൻ പ്രകാരം എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാം.
തെർമൽ പവർ പ്ലാന്റ്സ് നമുക്ക് ഇവിടെ ഇല്ല. ഗുജറാത്തിൽ ഒരു ചെറിയൊരു പോർഷനിൽ ഇത് വരുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, വെതർ റേഡേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന 4A 4B കാറ്റഗറിക്കകത്ത് ചെയ്യാൻ സാധിക്കും. ദെൻ മെമ്മോറിയൽസ് ആൻഡ് മോണ്യുമെന്റ്സ്. ഇപ്പം നമ്മൾ ഈ കന്യാകുമാരി ബീച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ദേ ഹാവ് കണക്റ്റഡ് ഒരു ബ്രിഡ്ജ് കണക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മെമ്മോറിയൽ മോണ്യുമെന്റ്സ് അവിടെ കൺസ്ട്രക്റ്റും ചെയ്യാം, കൂടാതെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രക്ചേഴ്സ്, അലൈഡ് സ്ട്രക്ചേഴ്സും കൂടി നമുക്ക് കൺസ്ട്രക്ഷൻ നടത്താം. അപ്പോൾ ഇത് 4A 4Bക്കകത്ത് പെർമിസിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. ഇപ്പോൾ 2019 നോട്ടിഫിക്കേഷനിൽ കൂടുതൽ ചോദ്യം വരുന്നത് നമുക്ക് വീട് റെഗുലറൈസേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ 2019 നോട്ടിഫിക്കേഷന് ഒരു മുമ്പ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്രൂവൽ നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്? ഒക്ടോബർ 2024 അപ്പോൾ ഒക്ടോബർ 2024 ആ മാസം മുമ്പ് പണിഞ്ഞിട്ടുള്ള ബിൽഡിങ് 2011 നോട്ടിഫിക്കേഷൻ പ്രകാരം വൈലേഷൻ അല്ല. 2011 നോട്ടിഫിക്കേഷൻ്റെ CZMP ആണ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ പ്രകാരം അത് പെർമിസിബിൾ ആക്ടിവിറ്റി ആണ്, പക്ഷേ നാം CRZ ക്ലിയറൻസ് എടുക്കാൻ വിട്ടുപോയി. അപ്പം അങ്ങനെയുള്ള കേസുകൾ നമുക്ക് റെഗുലറൈസേഷന് ചെയ്ത് കൊടുക്കാം. അപ്പം അതിൽ പറയുന്ന കണ്ടീഷൻ എന്താ? ആ ബിൽഡിങ്ങുടെ ഉടമസ്ഥന് കോസ്റ്റൽ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളായിരിക്കണം, ഫിഷർമാൻ ആയിരിക്കണം, അല്ലെങ്കിൽ ട്രൈബൽ ആയിരിക്കണം. ട്രൈബൽ പറയാനുള്ള കാരണം അന്തമാൻ നിക്കോബാർ ആ ഐലൻഡിൽ കൂടുതൽ ഫിഷർമാൻ എന്ന് പറയുന്നത് ട്രൈബിളാണ്. അപ്പോൾ ഒന്ന് ഫിഷർമാൻ അല്ലെങ്കിൽ ട്രൈബൽ ആയിരിക്കണം. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന റെഗുലറൈസേഷൻ 2019 നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ വീട് പണിഞ്ഞു കഴിഞ്ഞു. ആ വീട് വേറെ പർപ്പസിന്, കമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കാൻ പാടില്ല. കൂടാതെ അത് വേറൊരാൾക്ക് കൈമാറുമ്പോൾ ഓക്കുപ്പൻസി ചേഞ്ച് പാടില്ല. വേറൊരാൾക്ക് ട്രാൻസ്ഫറിങ് കൈമാറുമ്പോൾ ആ വാങ്ങിക്കുന്ന ആൾ കോസ്റ്റൽ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളായിരിക്കണം. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനോട് കൂടി റെഗുലറൈസേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ റെഗുലറൈസേഷൻ ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാ? സ്റ്റേറ്റ് കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റി അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റി. അപ്പോൾ ലോക്കലിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. LSGക്ക് റെഗുലറൈസേഷൻ ചെയ്യാൻ പറ്റില്ല. ഈ ഡീറ്റെയിൽസ് അവർ KCCTMക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ KCCTM ഇതിന് ഈ വീടുകൾ റെഗുലറൈസേഷൻ ചെയ്ത് തരാം. പ്രോഹിബിറ്റഡ് ആക്ടിവിറ്റീസ് ഞാൻ ഒരു സ്ലൈഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ. താഴെ നിന്ന് പോവാം. ട്രാവൽ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ആൾറെഡി നമ്മൾ പറഞ്ഞു. ഡിസ്പോസൽ ഓഫ് പ്ലാസ്റ്റിക് അത് ചെയ്യാൻ പാടില്ല. സാൻഡ് ഡ്യൂൺസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. മൈനിങ് ഓഫ് സാൻഡ് നമ്മൾ അറ്റോമിക് മിനറൽസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതൊന്നും ചെയ്യാൻ പാടില്ല. പോർട്ട് ആൻഡ് ഹാർബർ പ്രോജക്ട്സ്, ഷോർലൈൻ മാനേജ്മെൻറ്റ് പ്ലാൻ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹൈ എറോഡിങ് സ്ട്രെച്ചിൽ ഈവൻ പോർട്ട് ആൻഡ് ഹാർബർ പ്രോജക്റ്റ് പോലും ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് വീട് വയ്ക്കാൻ പെർമിഷൻ കൊടുക്കുമെന്ന് ചോദിച്ചെങ്കിൽ കിട്ടാണ് ബുദ്ധിമുട്ടായിരിക്കും, പാടായിരിക്കും. പിന്നെ ഉള്ളത് ഡംപിങ് ഓഫ് സിറ്റി വേസ്റ്റ്, ഡിസ്ചാർജിങ് ഓഫ് അൺട്രീറ്റഡ് വേസ്റ്റ്. നമ്മൾ നേരത്തെ ട്രീറ്റഡ് വെള്ളം വേണമെങ്കിൽ കോസ്റ്റൽ വാട്ടറിൽ ഇടാനൊക്കെ നമ്മൾ പറഞ്ഞു. അൺട്രീറ്റഡ് വേസ്റ്റ് ഇടാൻ പാടില്ല. ലാൻഡ് റിക്ലമേഷൻ ബണ്ടിങ്, അപ്പോൾ 1Bയിലും 4A 4Bയിലും നമ്മൾ പറയുന്നുണ്ടായിരുന്നു. ആ ആക്ടിവിറ്റീസ് മാത്രമേ പെർമിസിബിൾ ആവുള്ളൂ. അല്ലാതെ വേറെ ഒരു ആക്ടിവിറ്റിക്കും നമ്മൾ ഭൂമിനകത്താണ് അല്ലെങ്കിൽ കടലിനകത്താണ് പാടില്ല. സെറ്റിംഗ് അപ്പ് ഓഫ് ന്യൂ ഫിഷ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് അത് ചെയ്യാൻ പറ്റത്തില്ല. മാനുഫാക്ചർ ആർ ഹാൻഡ്ലിംഗ് ഓഫ് ഓയിൽ സ്റ്റോറേജ് ആർ ഡിസ്പോസൽ ഓഫ് ഹസാർഡസ് സബ്സ്റ്റൻസ് ഇതൊന്നും പാടില്ല. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്. ആ നോട്ടിഫിക്കേഷനകത്ത് അവർ ലിസ്റ്റ് പറയുന്നുണ്ട്. ഇന്ന ഹസാർഡസ് സബ്സ്റ്റൻസ് ഒന്നും അവിടെ സ്റ്റോർ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ന്യൂ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഈ എക്സ്പാൻഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രീസും പാടില്ല. അപ്പോൾ ദിസ് ഈസ് ദി ലിസ്റ്റ് ഓഫ് പ്രോഹിബിറ്റഡ് ആക്ടിവിറ്റീസ് വിത്തിൻ ദി CRZ ലിമിറ്റ്. നമുക്ക് കേരളത്തിൻ്റെ മാപ്പ് പറയും മുമ്പായിട്ട് ഇന്നത്തെ പ്രസൻറ്റേഷന് എറണാകുളം ജില്ലയുടെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്കറിയാം 10 ജില്ലയാണ് CRZ നോട്ടിഫിക്കേഷന് ബാധകമാകുന്നത്. അതിൽ കോട്ടയം ജില്ലയിലെ കടൽ ഇല്ലാന്നുണ്ടെങ്കിലും ടൈഡൽ ഇൻഫ്ലുവൻസ് വാട്ടർ, നമ്മൾ സാലിനിറ്റി ഉപ്പിൻ്റെ കാരണം കൊണ്ട് ഒരു ചെറിയൊരു പോർഷൻ വേമ്പനാട് അവിടെ പാസ് ചെയ്ത് പോകുന്നത് കൊണ്ട് കോട്ടയം ജില്ലയും കൂടി CRZ നോട്ടിഫിക്കേഷനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 10 ജില്ലയാണ്, കാസർഗോഡ്, തിരുവനന്തപുരം. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അപ്പോൾ മൊത്തം എത്രയും ലോക്കൽ ബോഡീസ് 286 ലോക്കൽ ബോഡീസ് ആണ് നമ്മൾ ഈ പറയുന്ന CRZ നോട്ടിഫിക്കേഷനകത്ത് വരുന്ന ലോക്കൽ ബോഡീസിൻ്റെ ലിസ്റ്റിന് അവിടെ പറയുന്നുണ്ട്. CRZ 2, 3, 3A, 3B ടൈഡൽ ഇൻഫ്ലുവൻസ് വാട്ടർ ബോഡി മാത്രമുള്ളത്. അപ്പോൾ ഈ 10 ജില്ലയുടെ ലിസ്റ്റിന് ഈ സ്ലൈഡിനകത്ത് കാണിച്ചിട്ടുള്ളതേ ഉള്ളൂ. നമുക്ക് നേരെ എറണാകുളം ജില്ലയിലേക്ക് പോവാം. പോകും മുമ്പ് ഈ മാപ്പ് KCZMA കേരള CZMA.gov.in ഈ പറയുന്ന വെബ്സൈറ്റിനകത്ത് കയറിയാൽ ദർ ആർ 87 ഷീറ്റ്സ്, 87 ഷീറ്റുകളാണ്.
ആ ഷീറ്റുകളുടെ ലെജൻഡ് മാത്രമേ ഈ സ്ലൈഡിൽ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ലെജൻഡിനകത്ത് ലൈറ്റ് ഹൗസ്, ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ, ഫിഷിംഗ് ഹാർബർ, പോർട്ട്, സ്ലൂയിസ് ഗേറ്റ്, ബണ്ട്. അപ്പോൾ ഈ ബണ്ട് സ്ലൂയിസ് ഗേറ്റ് കാണിക്കാനുള്ള കാരണം അത് വെച്ചിട്ടാണ് HTL മോഡിഫിക്കേഷന്. അത് കേരളം മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ള ഒരു സ്റ്റേറ്റിലും സോഫാർ ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ ചെയ്തതിന് ശേഷം ഗോവ സ്റ്റേറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇത് കൂടാതെ ബ്രിഡ്ജ്, റോഡ്, റെയിൽവേ ലൈൻ എന്നിവ ഇത്രയും ഫീച്ചേഴ്സ് നമ്മൾ ഈ CSTMPക്കകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് താഴെ പ്രിപ്പയർഡ് ബൈ, അപ്രൂവ്ഡ് ബൈ എന്നൊക്കെ പറഞ്ഞ് ഈ മാപ്പ് തയ്യാറാക്കിയ ഏജൻസിയും ഒപ്പിട്ട ഏജൻസിയും അവരുടെ ഫുൾ ഡീറ്റെയിൽസും കൂടി ഉണ്ടായിരിക്കും. എറണാകുളം ജില്ലയെ സംബന്ധിച്ചാലും ദർ ആർ 10 maps. മാപ്പ് നമ്പർ KL 21, 30, 31, 32, 33 റെഡ് കളർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ റീസൺ പറയാം. 34, 35, 36 വീണ്ടും റെഡ് കളർ ഇട്ടിട്ടുണ്ട്. 37, 38. അപ്പോൾ ടോട്ടൽ 10 മാപ്പുകൾ ഉണ്ടെങ്കിലും ഈ 33 and 36-നകത്ത് CRZ പരിധി ഒന്നും വരത്തില്ല. അവിടെ ഒരു റെഗുലേറ്ററി ലൈൻ, ഹസാർഡ് ലൈൻ എന്നൊക്കെ പറയും. ഇപ്പോൾ ഈ ഹസാർഡ് ലൈൻ അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് തയ്യാറാക്കിയത് സർവേ ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ സർവേ ഓഫ് ഇന്ത്യ ലാസ്റ്റ് 105 വർഷം 105 years റെയിൻഫോൾ ഡേറ്റ എടുത്തിട്ട് കൂടാതെ കടലിൻ്റെ സ്വഭാവം കൂടി അവർ കണക്കാക്കി അവർ ഒരു ആർട്ടിഫിഷ്യൽ ലൈൻ വരച്ചതാണ് ഹസാർഡ് ലൈൻ. അപ്പോൾ ഈ ഹസാർഡ് ലൈനിൻ്റെ ഒരു അതിൻ്റെ ബിഹേവിയർ ഇപ്പം മാക്സിമം ആ ലൈൻ വരെ വെള്ളം കയറാൻ സാധിക്കും എന്നതാണ് ഈ ഹസാർഡ് ലൈനിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഈ മഴവെള്ളം കൂടാതെ ഈ സീ ലെവൽ റൈസ് ഉണ്ടായാൽ അത്രയും ഏരിയയിൽ ഹസാർഡ് ലൈൻ ഉണ്ടാക്കുന്നുള്ളതാണ് ആ ലൈനിൻ്റെ കോൺസെപ്റ്റ്. ഈ ലൈന് കൂടുതൽ ഉപയോഗിക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാന് വരയ്ക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വലിയ റോളൊന്നുമില്ല. ഈവൻ നോട്ടിഫിക്കേഷനകത്ത് ഈ 33 and 36 നമ്മൾ ഈ എറണാകുളം ജില്ലയിൽ ഈ 2 മാപ്പ് വരുമ്പോൾ പറഞ്ഞു തരാം. ഈ ഹസാർഡ് ലൈന് സെപ്പറേറ്റ് ഗൈഡ് ലൈൻസ് അവർ പുറപ്പെടുവിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ഫാർ വി ഹാവ് നോട്ട് റിസീവ്ഡ് എനി ഗൈഡ് ലൈൻസ്. അപ്പോൾ എറണാകുളം ജില്ലയെ സംബന്ധിച്ചോളം ഏലൂർ, കളമശ്ശേരി, മരട്, പറവൂർ, തൃക്കാക്കര, തിരുപ്പണിത്തുറ എന്നിവ മുനിസിപ്പാലിറ്റികളും ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ, കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ. അപ്പോൾ പുതിയതായിട്ട് 10 ഗ്രാമപഞ്ചായത്തുകൾ